പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയാറുള്ളത്. എന്താണ് നടുവേദനയെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നടുവേദന എന്ന് പറഞ്ഞൊരു ഒരു ജനറ്റിക് പ്രോബ്ലം കോസ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നല്ല വണ്ണമുള്ള ഒരു എക്സസൈസും ചെയ്യാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ നടുവേദന വരണമെന്നില്ല. അത്യാവശ്യം എക്സസൈസ് ചെയ്യുന്നവർക്കൊക്കെ വലിയ വണ്ണം ഇല്ലാത്തവർക്ക് നടുവേദന വരുന്നുണ്ട് തന്നെ. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ശരീരപ്രകൃതം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്കാർക്ക് ഡിസ്കിൻ്റെ തള്ളലും ഞരമ്പിൻ്റെ ഞെരുക്കമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളവർ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ഇതിനകത്ത് കാര്യം. നമുക്ക് ഞാൻ പറയാതെ തന്നെ റോഷൻ അറിയാം, നമ്മുടെ ബോഡി വെയ്റ്റ് നമ്മൾ കുറയ്ക്കുക, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, സ്മോക്കിങ് ഡിസ്കിൻ്റെ ഡീജനറേഷനുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. സ്മോക്കേഴ്സിന് ഡിസ്കിന് ഡീജനറേഷൻ ഭയങ്കരമായിട്ട് കൂട്ടും. അതുകൊണ്ട് ഒരു കാരണവശാലും സ്മോക്ക് ചെയ്യാതിരിക്കുക. പിന്നെ എക്സർസൈസസ്, നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലും നല്ല ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം, വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ന്യൂട്രീഷനുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. എക്സർസൈസസ് നന്നായിട്ട് ചെയ്യുക. മസിൽസിന് നമ്മുടെ ഒരു ഊളം കുത്തിയ തടി പോസ്റ്റ്, അതിനെ താങ്ങി നിർത്തുന്ന സ്റ്റേവെയർ ഏതാണ്ട് ഇതുപോലെയാണ് നമ്മുടെ നട്ടെല്ല്, നമ്മുടെ ശരീരത്തിൻ്റെ നെടും തൂണാണ്. അത് പൊടിച്ചിൽ കാര്യങ്ങൾ വരാം. അതിനെ താങ്ങി നിർത്തുന്ന സ്റ്റേവെയറാണ് നമ്മുടെ മസിൽസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മൾ നടുവേദനയ്ക്ക് നമുക്ക് ബെൽറ്റൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. ബെൽറ്റ് കെട്ടാം, ഏതാനും ആഴ്ചകളൊക്കെ കിട്ടാം. പക്ഷേ ബെൽറ്റിൻ്റെ ജോലി അതിൻ്റെ ചുറ്റുമുള്ള മസിൽസ് ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഉദ്ദേശം.